ഇന്ന് നമുക്ക് വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കാട്ടാൻ എന്ന തമിഴ് വെബ് സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിന്റെ കഥ നോക്കിയാലോ. ആദ്യത്തെ പാർട്ടില് ആദ്യത്തെ 5 എപ്പിസോഡിന്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടില് അവസാനത്തെ 5 എപ്പിസോഡും. ആദ്യത്തെ പാർട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് വേഗം രണ്ടാമത്തെ പാർട്ടിന്റെ കഥയിലേക്ക് കടക്കാം. മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ. 2006 കാലഘട്ടത്തിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്ന സമയം മുത്ത് വർക്ക് ചെയ്ത ഓർഫണേജിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ ഇൻചാർജ് ജെസ്സി എന്ന ലേഡിയാണ്. ജെസ്സിയോട് മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. മുത്ത് മരണപ്പെട്ടു പോയ കാര്യവും ജെസ്സിയോട് പറയുകയാണ്. അപ്പോൾ ജെസ്സി ഏകദേശം 2005-2006 കാലഘട്ടത്തിൽ മുത്തു അവിടെ വർക്ക് ചെയ്തപ്പോഴുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മുത്തു ആ സമയത്ത് അവിടെ ഇൻചാർജ് ആയിരുന്ന സമയം അന്നവിടെ സിന്ധു എന്നൊരു പെൺകുട്ടി ഇന്റേൺഷിപ്പിനായിട്ട് എത്തുകയുണ്ടായി. ഈ സിന്ധു അവിടെ പുതുതായിട്ടൊരു കുട്ടി വന്നിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തീപിടുത്തത്തിൽ മരണപ്പെട്ടു പോയി. എന്നാൽ ആ കുട്ടിക്കാണെങ്കിലോ തന്റെ കൺമുന്നിൽ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ആഹാരം കഴിക്കാൻ പോലും കഴിയാതെ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. കുട്ടിക്കടുത്തേക്ക് എത്തിയ സിന്ധു, നീ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകുമോ? നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയും കാണണ്ടേ? അതിന് നീ നന്നായിട്ട് ആഹാരം കഴിക്കണം. ആഹാരം കഴിച്ച് നല്ല രീതിക്ക് ഉറങ്ങുവാനായി കിടക്കുന്ന സമയത്ത് നിന്റെ സ്വപ്നത്തിൽ നിന്റെ അച്ഛനും അമ്മയും വരും. അപ്പോൾ നിനക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിച്ച് ആഹാരം കഴിപ്പിക്കുന്നു. ഇതെല്ലാം മുത്ത് കാണുകയാണ്. മുത്തുവിനപ്പോൾ സിന്ധുവിന്റെ ഒരു പെരുമാറ്റം ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ മുത്തുവും കുട്ടികളോട് നല്ല സ്നേഹത്തോടു കൂടിയ പെരുമാറുന്നത്. അത് കാണുന്ന സിന്ധുവിനും മുത്തുവിനും ഒരുപാട് ഇഷ്ടമാകുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കെ സിന്ധുവിന്റെ വീട്ടില് അവൾക്ക് പുതിയൊരു വിവാഹാലോചന കൊണ്ടുവന്നു. അതറിയുന്ന സിന്ധുവാണെങ്കിലോ പയ്യൻ പെണ്ണ് കാണുവാനായിട്ട് വന്ന അതേ സമയം തന്നെ മുത്തുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ പ്രണയിക്കുന്നത് മുത്തുവിനെയാണ്. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിലും മുത്തുവിനെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നു. അപ്പോഴാണ് സിന്ധുവിന്റെ മനസ്സിലും തന്നോടൊരു പ്രണയമുണ്ട് എന്നുള്ള കാര്യം മുത്തുവിന് മനസ്സിലായത്. ഇതെന്താ നീ ഞങ്ങളോട് നേരത്തെ പറയാത്തതെന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ, പറയാനായിട്ട് എനിക്കൊരു അവസരം കിട്ടണ്ടേ, അതിനു മുൻപ് നിങ്ങൾ വിവാഹാലോചന കൊണ്ടുവന്നില്ലേ എന്നും സിന്ധു വീട്ടുകാരോട് പറയുന്നു. അങ്ങനെ വീട്ടുകാർക്കും മുത്തുവിനെ ഇഷ്ടമായി. അവരുടെ രണ്ടുപേരുടെയും കല്യാണത്തിനും വീട്ടുകാർ സമ്മതിച്ചു. പിന്നീട് അങ്ങോട്ട് മുത്തുവും സിന്ധുവും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. മുത്തു തന്റെ പാസ്റ്റ് ലൈഫ് എല്ലാം ഉപേക്ഷിച്ച് സിന്ധുവിനെ പ്രണയിച്ച് അവളുമായിട്ട് നന്നായിട്ട് കുടുംബമായി ജീവിക്കണമെന്നാണ് മുത്തു കരുതിയിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഓർഫണേജില് ഒരു പ്രോഗ്രാം നടക്കുകയും ആ പ്രോഗ്രാമിനിടയിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതും. ഓർഫണേജിന്റെ ഓണറായിട്ടുള്ള ശിവന്റെ ശത്രുവായിട്ടുള്ള ജോണിയാണ് ശിവനെ കൊല്ലുവാനായിട്ട് ഓർഫണേജിലേക്ക് എത്തിയതും അവിടെ ബോംബ് ബ്ലാസ്റ്റും ഉണ്ടാക്കി വലിയ പ്രശ്നമുണ്ടാക്കിയതും. ശിവയും ജോണിയും തമ്മിൽ നല്ല ഫൈറ്റൊക്കെ നടക്കുന്നതിനിടയിലായിരുന്നു രണ്ടാമതും ഒരു ബോംബ് പൊട്ടിയത്. ആ ഒരു സമയത്ത് ഒരുപാട് പേർ മരണപ്പെട്ടു. അതിൽ രക്ഷപ്പെട്ടത് ഏകദേശം ഈ ശിവനും പിന്നെ മുത്തുവും പിന്നെ കുറച്ച് കുട്ടികളും മാത്രമാണ്. ബാക്കി എല്ലാവരും മരണപ്പെട്ടു പോയി. അതോടുകൂടി മനസ്സ് തകർന്ന് മുത്തു അവിടെ നിന്നും എങ്ങോട്ടോ പോയി. പിന്നീട് ആരും തന്നെ കണ്ടിട്ടേയില്ല. ആ ഒരു ബോംബ് ബ്ലാസ്റ്റിന് ശേഷം ശിവനും ബോംബെയിലേക്ക് പോയി. പിന്നെ ഏകദേശം 2009 കാലഘട്ടമായപ്പോഴാണ് തിരികെ വന്നത്. അന്ന് ഈ ഓർഫനേജിന്റെ കാര്യങ്ങളൊക്കെ എന്നെയും MLA ആയിട്ടുള്ള ബെന്നിയുമാണ് ഏൽപ്പിച്ചത്. അല്ലാതെ വേറൊരു കാര്യവും ഞങ്ങൾക്കറിയത്തില്ല. മുത്തുവിനെയും പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല, ശിവനെയും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ജെസ്സി പറയുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ ബെന്നിയെ കണ്ടിട്ട് മുത്തുവിനെ കുറിച്ച് അന്വേഷിക്കുവാനായി തീരുമാനിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് കാലേനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ വരികയാണ്. അയാളുടെ കൈവശം മുത്തുവിന്റെ ഫോട്ടോയുമുണ്ട്. മുത്തുവിനെ എനിക്കറിയാം, കുറച്ചുനാള് എനിക്കൊപ്പം മെന്റൽ ഹോസ്പിറ്റലിൽ മുത്തു ഉണ്ടായിരുന്നുവെന്നും അയാൾ പറയുന്നു. ഏകദേശം 2014 കാലഘട്ടത്തില് മുത്തു മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. എന്തിനായിരിക്കാം മുത്തു മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കാലേനാണെങ്കിലോ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്കും പോകുന്നു. മറ്റൊരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നേരെ എത്തിയിരിക്കുന്നത് MLA ബെന്നിയെ കാണുവാനായിട്ടാണ്. ബെന്നിയോട് മുത്തുവിനെ കുറിച്ചും ശിവനെ കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ബെന്നി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഏകദേശം മുത്തു ആ ഒരു ഓർഫണേജിലെ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന കാലഘട്ടം. അന്ന് ശിവനാണെങ്കിലോ മുത്തുവിനെയും ബെന്നിയെയും ഒരു ദിവസം വിളിച്ചു വരുത്തി. എന്നിട്ട് ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, ജോണി തന്നെയായിരുന്നു. ജോണിയും ശിവനും ചേർന്ന് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ഡ്രഗ് അസൈൻമെന്റ് നടത്തുകയാണ്. എന്നാൽ ശിവൻ പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടതോടുകൂടി കുറെ നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ സമയം ശിവന് തന്റെ ഫാമിലിയൊക്കെ നഷ്ടമായി.
അങ്ങനെ ശിവനാണെങ്കിലോ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം അവസാനിപ്പിക്കുകയും ഇതുപോലൊരു ഓർഫണേജ് തുടങ്ങുവാനായും തീരുമാനിച്ചു. ആ സമയത്തായിരുന്നു ജോണി ശിവനെ അന്വേഷിച്ചു വന്നത്. ഇവരാണെങ്കിൽ ഒരു ഡ്രഗ് അസൈൻമെന്റ് നടത്തിയിരുന്നില്ലേ? ആ സമയത്ത് ഏകദേശം 750 കോടി രൂപ ശിവന് കിട്ടിയിട്ടുണ്ട്. ആ കാശ് തനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ജോണി എത്തിയിരിക്കുന്നത്. കാരണം കൂട്ടത്തിൽ ജോണിയും ഉണ്ടല്ലോ. എന്നാൽ ശിവൻ പറയുന്നത് ആ കാശ് നിനക്ക് തരില്ല. ആ ഒരു കാശ് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ നീ ഡ്രഗ് സപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഞാനത് തരത്തില്ല എന്ന് പറഞ്ഞ് ജോണി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ശിവനോടുള്ള ദേഷ്യത്തിലാണ് ജോണി ഓർഫണേജ് ആക്രമിക്കുകയും അവിടെ ബോംബ് ബ്ലാസ്റ്റ് നടത്തുകയും ചെയ്തത്. ആ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ ഒരുപാട് പേർ മരണപ്പെട്ടു പോയി. കൂട്ടത്തിൽ സിന്ധുവും മരണപ്പെട്ടു പോയി. അതോടുകൂടിയാണ് മുത്തു അവിടെ നിൽക്കാൻ കഴിയാതെ അവിടെ നിന്നും എങ്ങോട്ടോ പോയത്. കുറെ നാൾ കഴിഞ്ഞ് ശിവനും ബോംബെയിലേക്ക് പോയി. ഏകദേശം 2009 കാലഘട്ടത്തിലാണ് തിരികെ വന്നിട്ട് ഓർഫണേജിന്റെ മുഴുവൻ ചുമതലയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയതെന്നും MLA പറയുന്നു. അതെല്ലാം കേട്ടുകൊണ്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ 750 കോടി നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോഴോ ശിവന്റെ ഏറ്റവും വിശ്വസ്തരായിരുന്നു ഈ MLAയും മുത്തും. ഇവർ 3 പേരും ചേർന്ന് കടൽ മാർഗമാണ് ആ ഒരു കാശ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. കാശ് ഇപ്പോൾ എവിടെയാണുള്ളതെന്നുള്ള കാര്യം MLAയോട് ചോദിക്കുമ്പോൾ അതൊരു റിസോർട്ടിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നതെന്നും MLA എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. മുത്തു എന്തിനായിരിക്കാം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയത് എന്നതായിരുന്നു പോലീസുകാരുടെ സംശയവും. അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് കാലേനെയും ഏർപ്പാടാക്കുന്നുണ്ട്. മുത്തു തമിഴ്നാട്ടിലേക്ക് എത്തി കൺമണി ഡാൻസ് ടീമിലായിരുന്നല്ലോ ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് മീനയുമായിട്ട് പ്രണയത്തിലായി. എന്നാൽ സത്യത്തിൽ മീനയ്ക്ക് മാത്രമായിരുന്നു മുത്തുവിനോട് പ്രണയം. മുത്തുവിന്റെ മനസ്സിലോ ഉണങ്ങാത്തൊരു മുറിവ് കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ മീന തന്നെ പ്രണയിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ മുത്തുവാണെങ്കിൽ അവിടെ നിന്നും പോകുവാനായും തീരുമാനിച്ചു. അവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണമെല്ലോ എന്ന് ചിന്തിച്ച് തന്റെ കൈവശമുള്ള കുറെ കാശ് മീനയെ ഏൽപ്പിക്കുന്നു. മുത്തുവിന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അവൻ ഇപ്പോഴും പാസ്റ്റ് ലൈഫിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നും മീനയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം പുറത്തു വരണം. ഞാൻ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കാമെന്നൊക്കെ മീന പറയുമ്പോഴും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെയാണ് കാശും ഏൽപ്പിച്ചിട്ട് മുത്തു അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഇപ്പോൾ മീനയാണെങ്കിലോ മുത്തു ഏൽപ്പിച്ച കാശുമായിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഓർഫണേജിലെ ജെസ്സിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. പോലീസ് ഉദ്യോഗസ്ഥരെയും വിളിക്കുവാനായിട്ടും മീന പറയുന്നു. എന്നിട്ട് മീന മുത്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ്. അവളുടെ കയ്യിൽ ഒരു ലെറ്ററും ഇരിക്കുന്നുണ്ട്. മാത്രവുമല്ല കുറെ നാളുകൾ കഴിഞ്ഞ് മുത്തുവിനെ അന്വേഷിച്ച് സുഹൈൽ എന്നൊരാൾ വന്നിരുന്നു. അയാളാണെങ്കിലോ എപ്പോൾ മുത്തു വന്നാലും തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ദേ ഈ ഒരു വിസിറ്റിംഗ് കാർഡും തന്നു എന്ന് പറഞ്ഞ് ഒരു വിസിറ്റിംഗ് കാർഡും പോലീസ് ഉദ്യോഗസ്ഥരെ മീനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ നേരെ പോകുന്നത് സുഹൈലിനടുത്തേക്കാണ്. ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു സുഹൈൽ പറഞ്ഞത്. എല്ലാവരും കരുതിയിരുന്നത് 2009 കാലഘട്ടം ബോംബെയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ശിവൻ പിന്നെ തിരികെ വന്നില്ലെന്നല്ലേ. എന്നാൽ ഇതിനിടയിൽ ശിവൻ നാട്ടിലേക്ക് വരികയുണ്ടായി. തന്റെ വിശ്വസ്തരെയെല്ലാം ആ ഒരു ഹിഡൻ റിസോർട്ടിലേക്ക് വിളിച്ചു ചേർക്കുകയാണ്. മുത്തുവും MLAയും ഒക്കെയുണ്ട്. എന്നിട്ട് ശിവൻ പറയുന്നത് ശിവന്റെ കൈവശം ഏകദേശം 750 കോടി രൂപ കാശുണ്ടല്ലോ, അതെല്ലാം എല്ലാവരുമായിട്ട് വീതിച്ചെടുക്കണം. എന്നിട്ട് അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങളുടെ കൺമുന്നിൽ ആരൊക്കെ വരുന്നോ അവർക്ക് സഹായമൊക്കെ ചെയ്യണമെന്നായിരുന്നു ശിവൻ പറഞ്ഞത്. ഇവരാ കാശിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു ആരോ ഒളിഞ്ഞു നിന്ന് ശിവനെ ഷൂട്ട് ചെയ്യുന്നത്. സത്യത്തിൽ അത് ജയിലിൽ കിടക്കുന്ന ജോണി ചെയ്യിപ്പിച്ചതായിരുന്നു. എന്നാൽ ആളിനെ പിടിക്കുവാനായിട്ട് മുത്ത് പിന്നാലെ പോകുമെങ്കിലും ആളിനെ കണ്ടുകിട്ടിയതേയില്ല. പക്ഷേ ആളിന്റെ മുഖം വ്യക്തമായിട്ട് മുത്ത് കണ്ടിരുന്നു. മുത്ത് തിരികെ വന്ന് നോക്കുമ്പോഴോ മരിക്കാറായി കിടക്കുന്ന ശിവനെയാണ് കണ്ടത്. രക്തം ഒരുപാട് വാർന്നു പോയിരുന്നു. ശിവൻ മരിക്കുന്നതിന് മുൻപ് മുത്തുവിനോട് പറഞ്ഞു, ഞാനിവിടെ അവസാനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും ആരംഭിക്കരുത്. എനിക്കുണ്ടായത് നിങ്ങൾക്കൊരിക്കലും സംഭവിക്കരുത്. ഇനി ആരുടെയും ജീവൻ ഈ ഒരു കാരണത്താൽ പോകരുതെന്നും ശിവൻ പ്രത്യേകം പറയുന്നു. കാശ് കൊണ്ടുപോയി നന്നായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണം. നിങ്ങളുടെ മുന്നിൽ ആര് സഹായം ചോദിച്ചു വരുന്നോ അവരെ സഹായിക്കണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാശ് ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ടാണ് ശിവൻ മരണപ്പെട്ടു പോകുന്നത്. ശിവന്റെ ആ ഒരു മരണത്തോടു കൂടി മുത്തു ആകെ തകർന്നു പോയി. മുത്തു കുറച്ചുനാൾ അവിടെ നിൽക്കുകയും അതിനുശേഷം തന്റെ നാട്ടിലേക്ക് തിരികെ പോവുകയാണെന്നും MLA ബെന്നിയോട് പറഞ്ഞു. ബെന്നിക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ശിവനെ കൊന്നവരെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് മുത്തു ഈ പുറപ്പാടെന്നുള്ളത്. എത്ര തന്നെ മുത്തുവിനെ പിന്തിരിപ്പിക്കുവാനായിട്ട് MLA നോക്കിയിട്ടും നടക്കുന്നതേയില്ല. മുത്തു തന്റെ ഷെയർ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. കാശെല്ലാം ലോറിയിലാണ് ഒളിപ്പിച്ചു വെക്കുന്നതും. അങ്ങനെയാണ് മുത്തു മധുരയിലേക്ക് എത്തിയത്. മധുരയിൽ എത്തിയതിനു ശേഷവും ആ നാട്ടിലെ പേര് കേട്ട ഗുണ്ട ആരെന്നൊക്കെ മുത്തു ഒരുപാട് അന്വേഷിച്ചു. എന്നിട്ട് ആട്ടിൻപുഴുക്ക കളക്ട് ചെയ്യുന്നത് പോലെയും പാത്രം വിൽക്കുന്നത് പോലെയും ആ നാട്ടിൽ മുഴുവൻ നടന്നിട്ട് അവിടുത്തെ ഗുണ്ടകളെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. കാരണം മധുരയിലുള്ള പേര് കേട്ട ഗുണ്ടയാണ് ശിവനെ കൊന്നതെന്നുള്ള കാര്യം നന്നായിട്ട് മുത്തുവിനറിയാം.
മുത്തു മധുരയിലേക്ക് എത്തിയത് ഗുണ്ടയെ അന്വേഷിച്ചാണെന്നുള്ള കാര്യവും പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ കാലയ്യനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നു. കാലയ്യൻ നേരെ മുത്തുവിന്റെ ഫോട്ടോയുമായിട്ട് പോകുന്നത് മധുരയിലെ പേര് കേട്ടൊരു ഗുണ്ടയ്ക്കടുത്തേക്കാണ്. എന്നിട്ട് മുത്തുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ആളിനെ അറിയുമോ എന്ന് ചോദിക്കും. സത്യത്തിൽ ആ മധുരയിലെ പേര് കേട്ട ഗുണ്ടയ്ക്കടുത്തേക്ക് കാലയ്യൻ എത്തിയതിന്റെ കാരണം എന്തെന്നാൽ ഈ മധുരയിൽ ഒരു ഉത്സവം നടക്കുകയുണ്ടായി. അവിടെ വെച്ച് ഈ ഗുണ്ടയുടെ അച്ഛനും സഹോദരനും മരണപ്പെട്ടു പോവുകയാണ്. ആരോ കൊന്നതാ. അതുകൊണ്ടാണ് മുത്തുവാണോ എന്ന സംശയത്തിൽ ഉടനെ തന്നെ അയാൾക്കടുത്തേക്ക് എത്തിയിരിക്കുന്നതും. എന്നാൽ അയാൾക്കാണെങ്കിലോ മുത്തുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴോ അയാൾക്ക് അറിയത്തേയില്ല. ഉടനെ തന്നെ അയാളാണെങ്കിലോ അയാളുടെ മാമന് മുത്തുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. മാമൻ ഇയാളെ വല്ലതും പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോ കണ്ട മാമൻ ഞെട്ടിപ്പോകുന്നു. ഇവനാണ് നിന്റെ അച്ഛനെയും സഹോദരനെയും കൊന്നതെന്നും മാമൻ പറയുന്നു. വേട്ടയാടുന്നത് പോലെയാണ് അവൻ അവരെയൊക്കെ കൊന്നുകളഞ്ഞത്. അവൻ അത്രയ്ക്കും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നുവെന്നും മാമൻ പറയുകയാണ്. കാലയൻ അറിഞ്ഞ ഈ ഒരു കാര്യങ്ങളെല്ലാം കാലയൻ ഉടനെ തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും അറിയിക്കുന്നു. അവർ കേരളത്തിൽ നിന്നും നേരെ മധുരയിലേക്ക് എത്തുകയാണ്. അതിനുശേഷം അവർ നേരെ പോകുന്നത് ശക്തിവേലിനടുത്ത്. ആദ്യം ചായക്കടയിൽ വെച്ച് ശക്തിവേലിനെ കണ്ടപ്പോഴാണല്ലോ മുത്തുവിന്റെ ഫോട്ടോ കാണിച്ച് ചോദിച്ചപ്പോൾ താനൊരു ഉത്സവത്തിന് വെച്ചാണ് മുത്തുവിനെ അവസാനമായി കണ്ടതെന്ന് ശക്തിവേൽ പറഞ്ഞിരുന്നല്ലോ. അതേ ഉത്സവത്തിൽ വെച്ചാണ് ഈ മുത്തു രണ്ടുപേരെയും കൊല ചെയ്തതും. അതുകൊണ്ട് തന്നെയാണ് ശക്തിവേലിനെ കാണുവാൻ വേണ്ടിയിട്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടതും ശക്തിവേലാണെങ്കിലോ ഒന്ന് ചിരിക്കുകയാണ്. കാരണം തന്നെ തിരക്കി എന്തായാലും പോലീസുകാർ വരുമെന്ന് ശക്തിവേലിന് നന്നായിട്ട് അറിയാം. മുത്തു ഉത്സവത്തിൽ വെച്ച് രണ്ടുപേരെ കൊല ചെയ്തത് ശക്തിവേൽ കണ്ടതാണ്. ഈ ഒരു കാര്യം പോലീസുകാരോട് പറഞ്ഞാണ് ശക്തിവേൽ ചിരിക്കുന്നതും. എന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ശക്തിവേൽ തുറന്നു പറയുന്നു. അന്ന് യഥാർത്ഥത്തിൽ ഒരു പയ്യൻ അവിടേക്ക് വരികയും അവർ ഡാൻസ് കളിക്കുവാനായി വന്ന പെൺകുട്ടികളെയൊക്കെ വല്ലാതെ ശല്യം ചെയ്യുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ പേരുകേട്ട ആ ഗുണ്ടയില്ലേ മധുരയില, ആ ഗുണ്ടയുടെ സഹോദരനായിരുന്നു. ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട മുത്തുവാണെങ്കിലോ എങ്ങനെയൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ആ പയ്യനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതിനുശേഷം നേരെ ശക്തിവേലിനടുത്ത് വന്നിട്ട് ആ പയ്യനെ കുറിച്ച് അന്വേഷിക്കുന്നു. ശക്തിവേൽ പറഞ്ഞത് ഇവനും ഇവന്റെ അച്ഛനും ആര് കാശ് കൊടുത്താലും പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ആരെ കൊല്ലാൻ പറഞ്ഞാലും ഒരു ഉപേക്ഷയും നോക്കില്ല, അവരെ പോയി കൊന്നുകളയും. ഏകദേശം 30 പേരെയോളം കൊന്നിട്ട് ഇവിടുത്തെ കോറിയിൽ താഴ്ത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ശക്തിവേൽ പറയുന്നു. എന്തിനാണ് മുത്തു ആ പയ്യനെ കുറിച്ച് ശക്തിവേലിനോട് അന്വേഷിച്ചതെന്നാൽ സത്യത്തിലെന്ന് ശിവനെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്നൈപ്പർ ഇല്ലേ, അത് മറ്റാരുമല്ല ഈ പയ്യൻ തന്നെയാണ്. അന്ന് മുത്തു ആ ഒരു സ്നൈപ്പറിന്റെ മുഖം കണ്ടിരുന്നു. അതിവനാണെന്ന് ഉറപ്പായത് കൊണ്ടാണ് ശക്തിവേലിനോട് അവനെ കുറിച്ച് വന്ന് തിരക്കിയതും. നേരെ ആ പയ്യനടുത്തേക്ക് എത്തുകയാണ് മുത്തു. ആ പയ്യനാണെങ്കിൽ മുത്തുവിനോട് മീനെ കൊണ്ടുവരണം തന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മുത്തു ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതും. അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ ശിവനെ കൊന്നതെന്നും മുത്തു ചോദിക്കുന്നു. ശിവനെ കൊന്നത് ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ച് അവനെ ഒരുപാട് തല്ലും. അത് ജയിലിൽ കിടക്കുന്ന ജോണി പറഞ്ഞിട്ടാണെന്ന് ആ പയ്യൻ തുറന്നു പറയുകയാണ്. എങ്കിൽ നീ ശിവേട്ടനടുത്തേക്ക് തന്നെ പോയെന്ന് പറഞ്ഞ് അവനെയും കൊന്നുകളയുന്നു. എന്നാൽ ഈ പയ്യൻ ഇത് ചെയ്യുവാനായിട്ട് കാരണം അവന്റെ അച്ഛനാണ്. അവന്റെ അച്ഛന് കിട്ടിയ കൊട്ടേഷനാണ് മകൻ പോയി ചെയ്തതും. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനടുത്തേക്ക് വരികയാണ് മുത്തു. പക്ഷേ അവിടെ ഉത്സവം നടക്കുകയാണല്ലോ. ഉത്സവത്തില് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണം. അതുകൊണ്ട് തന്നെ മുത്തുവാണെങ്കിൽ അവിടെ കിടന്ന കല്ല് പറക്കി ഉത്സവത്തിന് ആളുകൾ കൂടി നിന്ന സ്ഥലത്തേക്ക് എറിയുന്നു. ആകെ പ്രശ്നമാവുകയാണ്. അതിന്റെ ഗ്യാപ്പിൽ തന്നെ മുത്തു പോയിട്ട് അയാളുടെ തല വെട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നും ശക്തിവേൽ പറയുകയാണ്. കാരണം ശക്തിവേൽ ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഉത്സവത്തിന് വന്ന് രണ്ടുപേരെ കൊന്നതിന് ശേഷമാണ് മുത്തുവിന് എന്തോ സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ നടന്ന കാര്യങ്ങളും കണ്ടുപിടിക്കണമെന്നും പോലീസുകാർ തീരുമാനിക്കുന്നു. അതേ സമയത്തായിരുന്നു കോടതിയിൽ നിന്നും മുത്തുവിന്റെ തല കുഴിച്ചു മൂടുവാനായിട്ടുള്ള ഓർഡർ വന്നത്. പക്ഷേ മുത്തുവിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതിന്റെ ടെൻഷനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കും. എന്നാൽ ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മുത്തു ഒരാൾക്കടുത്തേക്ക് 2 ലക്ഷം രൂപയും ഒരു കത്തുമായിട്ട് എത്തുന്നു. എന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞ കാര്യം ചേട്ടൻ ചെയ്യണമെന്നൊക്കെ ഒരുപാട് കെഞ്ചും. പക്ഷേ അയാളാണെങ്കിലോ അത് ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നതേയില്ല. ഈ 2 ലക്ഷം രൂപ ചേട്ടൻ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് മുത്തു അയാളോട് കെഞ്ചുന്നത്. സത്യത്തിൽ എന്തെന്നാൽ മുത്തുവിന്റെ തല വെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾക്ക് കാശ് കൊടുത്തിരിക്കുന്നതും. ചേട്ടൻ തന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മുത്തു അവിടെ നിന്ന് പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചെന്നോ ഇതിനു മുൻപ് മുത്തുവിന് എന്ത് സംഭവിച്ചു എന്നൊന്നും കാണിക്കുന്നതേയില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് പട്ടാളം ബാബു എന്നൊരാളിനെയാ കാണിക്കുന്നത്. ഈ പട്ടാളം ബാബു ശിവന്റെ കൂട്ടാളിയാ. നേരെ പോലീസ് ഉദ്യോഗസ്ഥരെ കാണുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അവസാനമായിട്ട് മുത്തുവിനെ ഞാനാണ് കണ്ടതെന്നും പട്ടാളം ബാബു പറയുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നാണ് പട്ടാളം ബാബു പറയുന്നത്.
യഥാർത്ഥത്തിൽ ഈ ജോണി ജയിലിൽ നിന്ന് ചാടിയിരുന്നു. അതിനുശേഷം ജോണിയാണെങ്കിലോ പട്ടാളം ബാബുവിനെ പിടികൂടി തന്റെ ഗോഡൌണിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് തല്ലി. എന്നിട്ട് മുത്തുവിനെ എവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. വയസ്സായ ആളല്ലേ പട്ടാളം ബാബു. പട്ടാളം ബാബു അങ്ങനൊരു ടോർച്ചർ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് മുത്തു അവരുടെ ഗോഡൌണിലേക്ക് വരികയാണ്. മുത്തുവിനോട് ശിവൻ ഏൽപ്പിച്ച 750 കോടി എവിടെയാണെന്ന് ചോദിച്ചാണ് ജോണി പട്ടാളം ബാബുവിനെ തല്ലുന്നത്. അവസാനം പാവപ്പെട്ട ആ പട്ടാളം ബാബു തല്ലുകൊള്ളുന്നത് കണ്ട് സഹിക്കാനാകാതെ ഞാനെല്ലാം തുറന്നു പറയാമെന്നും മുത്തു സമ്മതിക്കുന്നു. അത് വിശ്വസിച്ച് ജോണി മുത്തുവിന്റെ കെട്ടഴിച്ചു വിടുമ്പോഴോ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. എങ്ങനെയൊക്കെ മുത്തു കഷ്ടപ്പെട്ട് ബാബുവിനെ രക്ഷിക്കുന്നു. അതിനുശേഷം ശിവന്റെ മരണത്തിന് കാരണമായ ജോണിയെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുകയാണ്. എന്നിട്ട് ആ ഒരു ഗോഡൌണും തീയിട്ടതിന് ശേഷമാണ് മുത്തു അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് മുത്തുവിന്റെ തല വെട്ടപ്പെട്ട രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നതും. മുത്തുവിന് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല. കോടതിയുടെ ഉത്തരവ് പ്രകാരം തല കുഴിച്ചിടുവാനായും തീരുമാനിക്കുകയാണ്. അന്നേ ദിവസം രാത്രി പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും മുത്തുവിന്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു കാലയൻ അവിടേക്ക് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങുമായി എത്തുന്നത്. മുത്തുവിന്റെ തല കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും പേപ്പറിൽ പൊതിഞ്ഞ രീതിയിലാണല്ലോ 2 ലക്ഷം രൂപ പോലീസുകാർക്ക് കിട്ടിയത്. ആ കാശ് പൊതിഞ്ഞിരുന്ന ന്യൂസ് പേപ്പറിലുണ്ടായിരുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ കാലയൻ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഉത്സവത്തിന് വെച്ച് 2 പേരെ കൊന്നില്ലേ, ആ ഒരു ന്യൂസായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ നിന്നും പോലീസുകാർ ഒരു കൺക്ലൂഷനിലെത്തുന്നു. സത്യത്തിൽ മുത്ത് തന്നെയാണ് പോലീസുകാരെ കൊണ്ട് ഈ ഒരു കേസ് മുഴുവൻ ഇങ്ങനെ അന്വേഷിപ്പിച്ചത്. കാരണം മുത്തു ചെയ്ത കൊലപാതകത്തിലൂടെ തന്നെ സ്നേഹിക്കുന്ന ആർക്കും ഒരു പ്രശ്നം വരരുതെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആരാണ് അവരെ കൊന്നതെന്ന് മുത്ത് തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതും. കാരണം മുത്തുവും മരണപ്പെട്ടു പോയല്ലോ, ഇനിയിപ്പോൾ തന്നെ സ്നേഹിക്കുന്ന ആർക്കും തന്നെ ഒരു പ്രശ്നവും വരില്ല. മീനയ്ക്കൊക്കെ പ്രശ്നം വരരുതെന്നും മുത്ത് ചിന്തിച്ചിരുന്നു. ഇപ്പോൾ പോലീസുകാർക്ക് ആ ഒരു ക്ലൂവിൽ നിന്നും അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എവിടെ നിന്നാണോ മുത്തുവിന്റെ തല കണ്ടെത്തിയത് അവിടേക്ക് അടുത്ത ദിവസം തലയുമായി എത്തുകയാണ്. അവിടെയാണ് തല കുഴിച്ചു മൂടുവാനായും പോകുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും മുത്തുവിന്റെ തല ആരാണ് വെട്ടിയത്, മുത്തുവിന്റെ ബാക്കി ഉടൽ എവിടെയാണ് എന്നൊന്നും പോലീസുകാർക്ക് കണ്ടെത്താനേ കഴിഞ്ഞില്ല. മാത്രമല്ല മുത്ത് പറഞ്ഞിരുന്നില്ലേ, മുത്തുവിന്റെ തല ആരാണോ അടക്കം ചെയ്യുന്നത് അവർക്ക് ആ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. ഇപ്പോൾ തല അടക്കം ചെയ്യുന്നത് ആ ഒരു ആടുമേക്കുന്ന പയ്യനാണ്. 2 ലക്ഷം രൂപ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ആ പയ്യനെ ഏൽപ്പിക്കുകയും ചെയ്തു. കാരണം അവൻ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന പയ്യനാണല്ലോ. മാത്രമല്ല ഇതിനിടയിൽ വെച്ച് കാലയ്യനും അവന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരു ആട്ടിൻകുട്ടിയും അവന് കൊടുക്കുന്നുണ്ട്. തലയെല്ലാം കുഴിച്ചു മൂടിയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ ആ പയ്യനോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരുന്ന് ഒളിച്ചിരുന്ന് മദ്യപിക്കാറില്ലേ, നിന്റെ കയ്യിൽ ബാക്കി ബോട്ടിൽ വല്ലതുമുണ്ടോ, എടുത്തുകൊണ്ട് വരുവാനായിട്ടും പറയുന്നു. ആ പയ്യനാണെങ്കിലോ സ്ഥിരമായിട്ട് ബോട്ടിൽ ഒളിപ്പിച്ചു വെക്കുന്നത് അവിടെ ചെറിയൊരു ഭിത്തി ഉണ്ടായിരുന്നു. ആ ഒരു ഭിത്തിക്ക് പുറകിലായിട്ടാണ്. എന്നാൽ ഇപ്പോൾ മദ്യമെടുക്കുവാനായി ചെല്ലുന്ന സമയത്താണ് ആ ഒരു ഭിത്തിയിൽ ഒരു ചിത്രം കാണുന്നത്. അതിൽ എഴുതിയിരുന്നത് അമ്മ, അച്ഛൻ, മുത്തു എന്നായിരുന്നു. ആ ഒരു ചിത്രവും കണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോവുകയാണ്. അതിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാര്യം മനസ്സിലായി. അവിടെ ആയിരുന്നിരിക്കാം പണ്ട് മുത്തുവും അച്ഛനും അമ്മയും ഒക്കെ താമസിച്ചിരുന്നത്. അതൊരു പഴയ വീടിന്റെ പൊളിഞ്ഞ ഭിത്തിയായിരുന്നു. മുത്തു എല്ലാ കാര്യങ്ങളും കണക്ക് കൂട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ഒരു സീൻ അവിടെ കെട്ടായി. അതേ സ്ഥലത്ത് ഒരു വീടും ഒരുപാട് ചെടികളൊക്കെ പൂത്തു നിൽക്കുകയാണ്. അവിടേക്ക് ഒരു കുഞ്ഞുമായി ഓടി വരികയാണ് മീന. കാട്ടാന്റെ മകനെ ഇവിടേക്ക് വാടാ എന്ന് പറഞ്ഞിട്ടാണ് മീന ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് അതേ വീട്ടിലേക്ക് കയറി പോകുന്നത്. കാട്ടാന്റെ ഓർമ്മയിൽ മീന തന്റെ കുഞ്ഞുമായിട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സീരീസ് അവിടെ അവസാനിക്കുന്നത്. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെന്നറിയാം, അത് ചിലപ്പോൾ സീസൺ 2 കാണിക്കുമായിരിക്കും. ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.